ഗൈസ്, അപ്പം ഞാൻ എമ്പുരാൻ കണ്ടു. എല്ലാവരും കാണാതിരിക്കുവാണ്. എമ്പുരാന്റെ ഇപ്പം നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ വരുന്ന പ്രിന്റുകളെല്ലാം കട്ട് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞായറാഴ്ച തന്നെ ഓടിപ്പോയി നമ്മളും കണ്ടു. എന്തായാലും ഓക്കെയാണ്. ഒരു പടത്തിന്റെ റിവ്യൂ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എന്നാലും പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി മേക്കിംഗ് ആണ്. നല്ല വിഷ്വൽ എഫക്റ്റ്, അതുപോലെ സൗണ്ട് എഫക്റ്റ്, നല്ല സൗണ്ട് എഫക്റ്റും വിഷ്വൽ എഫക്റ്റും കിട്ടുന്ന ഒരു തിയേറ്ററിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അടിപൊളിയാണ്. നല്ല ഇതാണ്, ക്ലാരിറ്റിയാണ്. പിന്നെ ലൂസിഫറിന്റെ എല്ല് മിക്കയിടത്തും ഈ ഒരു എല്ല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ഡയറക്ഷൻ തന്നെ വരുന്നുണ്ട്. ചില ഇടങ്ങളിൽ ചെറിയ എന്താ പറയാ വൈബ്രേഷനിലേക്ക് വരുന്നുണ്ടെങ്കിലും ഓക്കെയാണ്. നല്ല സീനുകളാണ്, നല്ല വിഷ്വൽ ക്വാളിറ്റിയാണ്. ഇതിലെ മോഹൻലാലിന്റെ സെന്റിമെന്റ് സീനുകൾ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് സീനുകൾ വളരെ കുറവാണ്. അതായത് മോഹൻലാൽ തന്നെ വരുന്നത് തന്നെ ഒരു ഏകദേശം 40 മിനിറ്റിന് ശേഷമാണ് പടം തുടങ്ങിയിട്ട് മോഹൻലാലിന്റെ ഒരു എൻട്രി വരുന്നത്. എൻട്രിക്ക് ഓക്കെയാണ്. അതുപോലെ തന്നെ വില്ലന്റെ എൻട്രി ആണെങ്കിലും അടിപൊളിയാണ്. ബജ്രംഗിയുടെ എൻട്രി, അത് അവിടെ കഥയിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലൂസിഫറിൽ ഇതായിരുന്നു, ഡ്രഗ് ആണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് രാഷ്ട്രീയമാണ്. അതായത് ബജ്രംഗിയുടെ ഒരു എൻട്രിയാണ് വരുന്നത്. അതാണ് അവരെ എതിർ കക്ഷികൾ വരുന്നത്. അപ്പം അതിന്റെ ഒരു എൻട്രിയാണ് ഇതിൽ മെയിൻ ആയിട്ട്. ഇതിൽ ഡ്രഗ് അങ്ങനെ അധികം വരുന്നില്ല. ഒരു ചെറിയ സീനുകളിൽ മാത്രമേ ഡ്രഗ്സിന്റെ ഇത് കാണിക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് ലൂസിഫറും എമ്പുരാനും തമ്മിൽ വ്യത്യാസം തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൂസിഫറിൽ കുറച്ചുകൂടി നമുക്കൊരു അറ്റാച്ച്മെന്റ് സീൻ ഉണ്ടായിരുന്നു. അതുപോലെ മോഹൻലാലിന്റെ ഓരോ എൻട്രികളും വളരെ ഇതായിരുന്നു. അതുപോലെ തന്നെ ഒരു ഐഡി ബേസിക്കലി ആ ഒരു സീനുകൾ ഒന്നും നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പം ആ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എന്റെ പിള്ളേരെ തൊടുന്നു എന്ന് ചോദിക്കുന്നു, ആ ഒരു അങ്ങനെ ഒരു കണക്റ്റിംഗ് സീനുകളൊന്നും തന്നെ എമ്പുരാനിൽ വരുന്നില്ല. എമ്പുരാനിൽ മൊത്തം അടി ഫൈറ്റ് ആ ഒരു സീനല്ലാതെ ഒരു ഇമോഷണൽ കണക്റ്റിംഗ് ഒന്നും എമ്പുരാനിലോട്ട് വരുന്നില്ല. പക്ഷെ ആ ഒരു അടി ഫൈറ്റ് ത്രില്ല് ആ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഫൈറ്റ് ഇഷ്ടപ്പെടും. മോഹൻലാലിനെ വെച്ച് വരുന്നു. മോഹൻലാലിന് സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. 40 മിനിറ്റ് കാണാൻ മോഹൻലാലുള്ളൂ 3 മണിക്കൂറുടെ പടത്തില്. അപ്പൊ ആ ഒരു രീതിയിലാണ് മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. മോഹൻലാലിന് വരുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ BGM ഇടുന്നു. മോഹൻലാലിന് അധികം ഡയലോഗ് തന്നെ വരുന്നില്ല. പിന്നെ അതിൽ കൂടുതലും വരുന്നത് മഞ്ജു വാര്യർക്കാണ് കുറച്ചും കൂടി പ്രാധാന്യമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജ്, അവർക്കാണ് കൂടുതൽ വരുന്നത്. ഇതിൽ മോഹൻലാലിന്റെ സീൻസ് വളരെ കുറവാണ്. മോഹൻലാൽ വരുന്നുണ്ടെങ്കിൽ തന്നെ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡയലോഗുകൾ തന്നെ പറയുന്നത്. ലൈവായിട്ട് പറയുന്നതൊന്നും വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു ഇടയ്ക്കൊരു എൻട്രി ഉണ്ട്, മഞ്ജു വാര്യന്റെ അടുത്ത് വരുന്ന ഒരു എൻട്രി ഉണ്ട്. അത് മാത്രം അടിപൊളിയാണ്. അതിൽ കുറച്ചും കൂടി ആ ലൂസിഫറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനുകൾ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മോഹൻലാൽ കോട്ടും സൂട്ടും ഇട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ മുണ്ടെടുത്ത് വരുന്ന ആ ഒരു മോഹൻലാൽ, അതായത് ഒരു സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു മോഹൻലാലിനെ അല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു കോട്ടൊക്കെ ഇട്ട് വരുന്ന ഒരു സെറ്റപ്പ്, ആ ഒരു ഇതിലാണ് നമുക്ക് മോഹൻലാലിനെ ഇവിടെ കാണാൻ കഴിയുക. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നില്ല, കാരണം പടം കാണാത്തവരുണ്ടാകും. ഓൾറെഡി കാണാത്തവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണുക. മസ്റ്റ് വാച്ചിങ് ആണ്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്, മറിച്ച് ബാക്കിയുള്ള സീനുകളെല്ലാം അടിപൊളി തന്നെയാണ്. ഫൈറ്റ് ആണെങ്കിലും ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം തന്നെ ഭയങ്കര റിയാലിറ്റി ഉണ്ട്. ഭയങ്കര സെറ്റപ്പ് തന്നെയാണ്. ആ ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു ഹോളിവുഡ് പടത്തിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് എല്ലായിടത്തും ഒന്നും കിട്ടുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഏരിയകളിലൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ നല്ലൊരു പടം തന്നെയാണ്. നെഗറ്റീവ് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ മോഹൻലാലിനെ അത്രയ്ക്ക് പ്രതീക്ഷിച്ച് ആരും പോകണ്ട. മോഹൻലാൽ വരും, മോഹൻലാൽ ഇതാക്കും, മെയിൻ മോഹൻലാലാണെന്ന് കരുതി പോവുക വേണ്ട. കാരണം അത്രയ്ക്ക് മോഹൻലാലിന്റെ ഒരു പ്രസൻസ് വരുന്നില്ല. പക്ഷെ എന്നാ മോഹൻലാൽ ഉണ്ട് താനും, വളരെ കുറച്ച് ഏരിയകളിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ആ ലൂസിഫർ തന്നെ കിട്ടും എന്ന് കരുതി ആരും പോകണ്ട. ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ നല്ല അടിപൊളി സീനുകൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്ത് ഇരിക്കുന്നത്. കാരണം ആ ഫസ്റ്റ് വരുന്ന ഹെലികോപ്റ്റർ ഫൈറ്റൊക്കെ അടിപൊളി തന്നെ. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണുക. തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിലെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു നമുക്കൊരു വിഷ്വൽ ക്വാളിറ്റി ഇതെല്ലാം ശരിക്കും കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നല്ല ഡോൾബിയുടെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റാണ്. എന്തായാലും നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.